ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള പാലാടയാണ്. അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നീർദോശയും ഈ ഒരു പാലാടയും തമ്മിലുള്ള ഡിഫറൻറ്റ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുതിർത്ത് വെച്ച ശേഷം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ച ശേഷം ഒന്ന് കഴുകിയെടുത്തിട്ട് വെള്ളം ഒന്ന് വാർന്നെടുക്കുക. അരമണിക്കൂർ ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ വെള്ളം ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒന്ന് സ്ട്രെയിനറിലിട്ടിട്ട് വാർന്നെടുത്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിയും എത്രയാണോ നമ്മൾ അരി എടുക്കുന്ന അത്ര തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക. ചിരകിയ തേങ്ങയാണ്. അപ്പോൾ നമ്മൾ സാധാ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത്ര തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കാറില്ല, നേരെ പകുതിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇത് അരക്കാനായിട്ട് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുത്ത് പാലെടുത്തും ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടെ നല്ലത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിൽ അരിച്ചിട്ട് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമൊക്കെ അരിപ്പയിൽ അരിച്ചെടുക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ ഒരുപാട് തേങ്ങ ചേർത്തിട്ടുണ്ടല്ലോ, 1 കപ്പ് തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു തേങ്ങയുടെ പീരയൊക്കെ നമുക്ക് ഇതിലൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു 2 പ്രാവശ്യമൊക്കെ അരിപ്പയിൽ അരിച്ചെടുക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ അരിപ്പയിൽ അരിച്ചിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിപ്പോൾ തേങ്ങാപ്പീരൊക്കെ ഇതിൽ കിടക്കുന്നുണ്ടല്ലോ, ഇതിലോട്ട് തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ വീണ്ടും എടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ 1 കപ്പ് ചേർത്തിട്ടുണ്ടായിന്. ഈ ഒരു സമയത്ത് 1 കപ്പ് വെള്ളം എടുത്ത് വെച്ച് ഇതുപോലെ കുറേശ്ശെ ഈ ഒരു തേങ്ങാപ്പീരയിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ മൊത്തത്തിൽ 1 പ്രാവശ്യം ഇങ്ങനെ അരിച്ച് കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് രണ്ടാമത് ഒരിക്കലും കൂടി ഈ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇതൊക്കെ സ്ട്രെയിനറൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വീണ്ടും ഒന്ന് അരിപ്പയിൽ അരിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ നല്ല നീറ്റായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള നമുക്ക് മാവ് കിട്ടും. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മൊത്തം കഴുകിയെടുത്ത ശേഷം ഒന്നും കൂടെ അരിപ്പയിൽ അരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒന്നും കൂടെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ കണക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ. 1 കപ്പ് അരക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിന്. അതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴും 1 കപ്പ് വെള്ളം, അങ്ങനെ മൊത്തത്തിൽ 2 കപ്പ് വെള്ളമാണ് ഇതിൻ്റെ കണക്ക്. പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളമൊക്കെ വാർന്നിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തരിയില്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള മാവാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് നല്ല ചൂടായ ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക. നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ തവി മാവ് ഒഴിക്കുമ്പോഴും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. അതുപോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും പറ്റില്ല ഇതിൽ. അപ്പോൾ നമ്മളിങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് തിന്നായിട്ട് തന്നെ. പിന്നെ നീർദോശ പോലെ ഹോൾസ് വരുന്ന രീതിയിലല്ല കേട്ടോ ഇത് വേണ്ടത്. അങ്ങനെ ഹോൾസ് വരാൻ പറ്റില്ല. അപ്പോൾ ഫ്ലെയിം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഹോൾസ് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് നീറ്റായിട്ടാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇതുപോലുള്ള ഫ്രൈ പാൻ, ഇത്രയും വലിയ പാൻ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ പാൻ എടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു പാലാട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ മാറ്റാം. മൂടി വെക്കാണ്ടൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ദോശ തവ വേണമെങ്കിൽ അങ്ങനെയുള്ളതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ചെറിയതായിട്ട് നമുക്ക് ഒന്നും കൂടെ എല്ലായിടത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കാൻ എളുപ്പമായിരിക്കും ചെറിയ പാനാകുമ്പോൾ. വലിയ പാനാകുമ്പോൾ പിന്നെ ഇതുപോലെ ഇങ്ങനെ ഫില്ലാവാത്ത പാകം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് പാലാട ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ചും കൂടെ നല്ല നീറ്റായിരിക്കണം. നീർദോശ പോലെ അങ്ങനെ ഹോൾസ് വന്നിട്ടുള്ള ഇതല്ല കേട്ടോ സംഭവം.
ഇതുപോലെയാണ്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല തിന്നായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ടെങ്കിൽ മടക്കി വെച്ചിട്ട് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വേണമെങ്കിലും നമുക്ക് വെച്ച് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാലാട ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പാലാടയും നീർദോശയും തമ്മിലുള്ള ഡിഫറൻറ്റ് ഇതൊക്കെയാണ്. നീർദോശയൊക്കെ നമ്മൾ തേങ്ങ കൂടുതൽ ചേർക്കൂല, അതുപോലെ ഹോൾസൊക്കെ വന്നിട്ട് അങ്ങനെയുള്ളൊരു സംഭവമല്ലേ. ഇതിപ്പോൾ അങ്ങനെയല്ല, കുറച്ചും കൂടെ ഒരു നീറ്റായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്